ലീനയുടെ മുൻപിൽ ജീവന് വേണ്ടി യാചിച്ച് റീത്ത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്കിനി കാണാൻ സാധിക്കുന്നത് വളരെ വലിയ സംഭവ വികാസങ്ങളാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നാളെയാണെങ്കിൽ സ്റ്റാലിനെതിരായി റൂബിയും സഹോദരനും നിലയുറപ്പിക്കുകയാണ്, ചുവടുറപ്പിക്കുകയാണ് എന്ന് കാണാം. കാരണം അവർ നല്ല രീതിയിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അഭിമാനക്ഷതം സംഭവിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അവരാണെങ്കിൽ സ്റ്റാലിനെ വിളിച്ച് കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അവരോട് പോയി പണി നോക്കാനായിട്ട് പറയുന്നതും ഒടുവിൽ അവർ റീത്തയുടെ പക്ഷത്തേക്ക് കാലുമാറുന്നതും കാണാനായിട്ട് കഴിയും. റീത്തയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്നും നിങ്ങൾക്ക് എന്തൊക്കെ സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്നും പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ യുദ്ധം വരുമ്പോൾ, അതായത് ചർച്ചയ്ക്ക് വരുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് സ്റ്റാലിൻ്റെ സ്വത്തുക്കൾ ഭാഗം വയ്ക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നിലപാടിൻ്റെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ റീത്തയുടെ ആ നിലപാടിനെ അവർ അനുകൂലിക്കുന്നു. എന്തായാലും എൽസമ്മ ചേച്ചിക്കും മക്കൾക്കും ഉള്ളതാണ് സർവ്വ സ്വത്തുക്കളും ചേട്ടായിയുടെ എന്ന് പറയുകയാണ് എന്ന് കാണാം. അപ്പോൾ റീത്തയ്ക്ക് വളരെയധികം ആശ്വാസമാകുന്നുണ്ട്. കാരണം സ്റ്റാലിൻ്റെ 2 സഹോദരങ്ങളെ തൻ്റെ ഒപ്പം നിർത്തി. ഇനി അധികമൊന്നും കളിക്കേണ്ടി വരില്ല. സ്റ്റാലിൻ്റെ കയ്യിൽ നിന്നും സ്വത്ത് നേടിയെടുക്കാനും അലീന എന്ന ആ നാശത്തിനെ ഒഴിവാക്കാനുമെന്ന് റീത്ത സന്തോഷിച്ചു നിൽക്കുകയാണ്. ഇവിടെ സ്റ്റാലിനാണെങ്കിൽ അലീനയുമായിട്ടുള്ള മത്സരത്തിലാണല്ലോ. ആര് മുട്ടുമടക്കും, ആര് പരാജയപ്പെടുമെന്നൊക്കെ കണ്ട് തന്നെ കാണണോട്ടോ. എന്നിരുന്നാലും സ്റ്റാലിൻ്റെ മുൻപിൽ ഒരു തുള്ളി പോലും അലീന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് കാണാം. കാരണം അലീനയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ പപ്പയിൽ നിന്നും ഒരിത്തിരി പരിഗണന, ഒരിത്തിരി സ്നേഹം, ഒരിത്തിരി വാത്സല്യം അത് വാങ്ങിയെടുക്കണമെന്നുണ്ട്. അതിനായിട്ട് തന്നെയാണ് അലീന പൊരുതുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാലിന് അത് വൈകിയാണ് മനസ്സിലാവുന്നത് എന്ന് കാണാം. കാരണം വല്യപ്പച്ചൻ്റെ അടുത്ത് പറയുന്നത് വല്യപ്പച്ചൻ അലീനയ്ക്കായിട്ട് സ്റ്റാലിയോട് പറയുമല്ലോ. അങ്ങനെയാണ് സ്റ്റാലി തിരിച്ചറിയുന്നത്. അപ്പോഴാണെങ്കിൽ സ്റ്റാലി പറയുന്നുണ്ട്, തൻ്റെ മക്കൾ തന്നെ സ്നേഹിച്ചിട്ടില്ല, താനാണെങ്കിൽ മക്കൾക്ക് തിരിച്ച് സ്നേഹം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അപ്പച്ച അലീനയെ എനിക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുക, അവളെ എനിക്ക് സ്നേഹം കൊണ്ട് മൂടാനായിട്ട് കഴിയുക എന്ന് ചോദിക്കുമ്പോൾ, മോനെ, അപ്പനും മകളും തമ്മിലുള്ള സ്നേഹബന്ധം അത് താനെ ഉണ്ടാവുന്നതല്ലെന്ന്. അത് നീയൊന്ന് പൊടി തട്ടിയെടുത്താൽ മതി. നീ മനസ്സ് വിചാരിച്ചാൽ അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഊട്ടിയുറപ്പിക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. നീ അവളെ സ്നേഹിച്ച് അവളെ മനസ്സിലാക്കി അവളെ നിൻ്റെ ഒപ്പം നിർത്തിയാൽ അവൾ പിന്നെ നിനക്കെതിരെയോ നീയുമായിട്ടുള്ള യുദ്ധത്തിനോ നിൽക്കില്ല എന്ന് അപ്പച്ചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനയെ അങ്ങനെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് സ്റ്റാലി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നുണ്ട്. അതിനായിട്ട് വാ, നമുക്ക് നമ്മുടെ ഫാം ഹൗസിലേക്കൊക്കെ പോകാം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലിയുടെ അടുത്ത് അലീന പറയുന്നുണ്ട്, തനിക്ക് വരാനൊന്നും സാധിക്കില്ല, താൻ വരുന്നൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയൂട്ടോ. ഇതേ സമയം സ്റ്റാലിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാലിയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാണ്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ മോളെ, നിനക്ക് അവൻ്റെ കൂടെ പോകായിരുന്നില്ലേ എന്ന് വല്യപ്പച്ചൻ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അലീന പറയുന്നുണ്ട്, എൻ്റെ വല്യപ്പച്ച,
ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അത് ശരിയാവുന്നാവില്ല. ഞാൻ പോകുന്നൊന്നുമില്ല പപ്പയുടെ കൂടെ. പപ്പയുടെ ഇഷ്ടത്തിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പപ്പയാണെങ്കിൽ തന്നോട് സ്നേഹമൊന്നുമില്ല മനസ്സിൽ. പപ്പയ്ക്ക് താനൊരു ശല്യം മാത്രമാണ്, ഇപ്പോൾ ഒന്ന് പോരാടാനുള്ള ഒരു ആയുധവും എന്ന് അലീന പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല മോളെ, അവന് പിന്നെ നല്ല കാര്യമൊക്കെയാണ്. പക്ഷെ അവന് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നറിയില്ല, അത്ര മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുമ്പോൾ മക്കളോട് സ്നേഹം പുലർത്താത്ത ഇത് ഒരു പപ്പയാണോ എന്ന് ചോദിക്കുകയാണ് അലീന എന്ന് കാണാം. അങ്ങനെ സ്റ്റാൻലി തൻ്റെ ഫാം ഹൗസിൽ നിന്ന് തിരികെ വരുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ റീത്താമ്മ ഒരു വാണിംഗ് എന്ന രീതിയിലും ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലും സ്റ്റാലിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നീ അലീനയെ പുറത്താക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് കഴിയും. അലീനയെ പുറത്താക്കിയില്ലെങ്കിൽ നിനക്കെതിരെ നല്ലൊരു യുദ്ധം തന്നെ ഞാൻ നടത്തുമെന്ന് പറയുന്നു. നിനക്ക് മനസ്സിലായോ? നിൻ്റെ സഹോദരങ്ങൾ വരെ നിനക്ക് എതിരാണ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തിനൊക്കെ എതിര് നിന്നാലും ഒരിക്കലും ഞാൻ എൻ്റെ മകളെ തള്ളിക്കളയില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പൈസ തരാൻ പോലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ റീത്ത പറയുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത്, മര്യാദയ്ക്ക് മാസവും പൈസ തന്നില്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റീത്ത സ്റ്റാലിൻ്റെ കുത്തിന് കയറി പിടിക്കുകയാണ്. ഇതേ സമയം അലീന ചെന്നെത്തുകയാണ്. അലീന ചെന്ന് തോക്കുമായിട്ടാണ് ചെല്ലുന്നത് കേട്ടോ, ഒന്ന് പേടിപ്പിക്കാനായിട്ട്. ഇതേ സമയം നിങ്ങൾ ചെയ്ത ചതിയൊക്കെ പപ്പ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ കിടന്ന് അധികം ഷോയും കാര്യങ്ങളും ഇറക്കി കഴിഞ്ഞാൽ ഞാനും പപ്പയും എന്താ ചെയ്യാമെന്നൊന്നും പറയാനായിട്ട് കഴിയില്ല. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് പറയുന്നു. ഇതേ സമയം മോളെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് റീത്ത പെട്ടെന്ന് തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാറ്റി പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും. എങ്കിൽ പിന്നെ കുഴപ്പമില്ല റീത്താൻറ്റി പൊയ്ക്കോളാനായിട്ട് അലീന പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റീത്തയാണെങ്കിൽ ജീവനും കൊണ്ട് വാലും കുത്തി ഓടുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അലീന സ്റ്റാലിൻ നോക്കി നിന്ന് ചിരിക്കുന്നതും കാണാട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്. ഇതിൽ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ കൂടി പറയുന്നുണ്ട്.